പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. കോടിക്കണക്കിന് ആൾക്കാരുടെ കണ്ണു തുറപ്പിക്കുന്ന ഈ ഒരു വീഡിയോ, ഈ ഒരു പ്രവൃത്തി, ഒരു ബിഗ് സല്യൂട്ട് ടു പ്രഭാവതി അമ്മ. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ച് വന്ന ആളെ തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോരിത്തരിക്കുന്ന അല്ലെങ്കിൽ രോമാഞ്ച പുളകിതമായ കാഴ്ചയാണല്ലേ. ഇതൊരു റീലിനോ പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല ഓർക്കണം, മറിച്ച് ഒരു നിയമലംഘനത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി അനേകായിരം ആൾക്കാർ കണ്ടു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, അവരെ വാനോളം പുകഴ്ത്തി. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? നമ്മൾ ഓരോരുത്തരിലും ഒരു പ്രഭാവതി അമ്മയുമുണ്ട്, ഒരു സ്കൂട്ടറുകാരനുമുണ്ടല്ലേ. നമ്മളിലെ ഈ രണ്ട് പേരെയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒരാളെ നിയമലംഘനത്തിൽ നിന്ന് തടയുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ പിന്നെ നമ്മളുടെ പാതി പണി തീർന്നു. ഇനി നമ്മൾ നിയമം ലംഘിക്കുന്നവരെ തടയുക. ഒരു പ്രഭാവതി അമ്മയ്ക്ക് ഇതിന് കഴിയുമെങ്കിൽ നമുക്കെന്തുകൊണ്ടാവുന്നില്ല? ഞാനും താങ്കളും പ്രഭാവതി അമ്മയെല്ലാം ഒരേ നിയമത്തിൻ്റെ ഉപഭോക്താക്കളാണ് അല്ലേ. അപ്പോൾ നമ്മളും പ്രതികരിക്കണം. പ്രഭാവതി അമ്മയെ അഭിനന്ദിച്ച് ഗണേഷ് കുമാറും MVDയും എല്ലാം രംഗത്ത് വന്നു. വളരെ സന്തോഷം, സ്വാഗതാർഹം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. റോഡിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ വികസനത്തിന് പ്രവർത്തിക്കുന്ന സർക്കാരിനും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെല്ലാം ബഹുമാനം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വികസനം നടപ്പാക്കിയാൽ അവിടെ ഒരു അഴിമതി ഇല്ലെന്നുകൂടി ഉറപ്പുവരുത്തുക. ഇന്നലെ പണിത ഫുട്പാത്തിൽ ഇന്നൊരുവൻ പെട്ടിക്കട സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ഫുട്പാത്തുകൾ കയ്യേറുന്ന കച്ചവടക്കാർ, അനധികൃതമായ പാർക്കിംഗ്. അതിനെ ചോദ്യം ചെയ്തവനെ പെട്ടിക്കടക്കാരൻ്റെ അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെ മതവും അവൻ്റെ പാർട്ടിയും പിന്നെ കുറേ ഷോപ്പ് അസോസിയേഷൻ്റെ ആൾക്കാരും കത്തിയും കൊടുവാളുമായി ഇറങ്ങുന്നു. ഇതില്ലാതാവണം. പഞ്ചായത്തിലെയും താലൂക്കിലെയും അധികാരികളെ ചുമതലപ്പെടുത്തണം. ഇങ്ങനെ കയ്യേറുന്നവരെ നേരിടാൻ പിഴയിടണം, അല്ലെങ്കിൽ കേസെടുത്ത് ജയിലിലിടണം. പിന്നെ മറ്റൊന്ന്, ബോധവൽക്കരണം. എന്തിന് ഫുട്പാത്ത് ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, എന്താണ്, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ബോർഡുകളും നോട്ടീസുകളും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. ഇന്നു മുതൽ നമ്മളിൽ ഓരോരുത്തരും നിയമം അനുസരിക്കാനും അത് തെറ്റിക്കുന്നവരെ തടയാനും തയ്യാറാവണം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ പറയുന്നതിൽ അല്പമെങ്കിലും യുക്തിയുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ. പ്ലീസ് ഷെയർ ആൻഡ് കമൻറ്റ്. ലവ് യു ഓൾ. താങ്ക് യു.